രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ക്ഷത്രിയന്റെ പ്രാണൻ നിലനിൽക്കുന്നത്, വിജയം നിലനിൽക്കുന്നത്, ഐശ്വര്യം നിലനിൽക്കുന്നത്, സാമ്രാജ്യം നിലനിൽക്കുന്നത് വില്ലിന്റെ പുറത്താണ്, വില്ലിലുള്ള വൈഭവത്തിലാണ്. ധർമ്മത്തെ ക്ഷത്രിയൻ രക്ഷിക്കുന്നതും വില്ലിലുള്ള വൈഭവത്താലാണ്. അങ്ങനെയുള്ള ഈ വില്ലിന്റെ പേരില് ഞാനിതാ അമ്മയോട് ശപഥം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ളതായ ദാനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പുണ്യം എനിക്ക് കൈവന്നിട്ടുണ്ടെങ്കിൽ ആ പുണ്യത്തിന്റെ പേരിലും ഞാനിതാ അമ്മയോട് ശപഥം ചെയ്യുന്നു. അതേപോലെ തന്നെ അനേകം പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പൂജാകർമ്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും നന്മ എനിക്ക് കൈവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലും അല്ലയോ അമ്മേ ദത്തേന ഇഷ്ടേന തേ ശപേ, അല്ലയോ അമ്മേ ഞാൻ അമ്മയുടെ മുന്നിൽ ഇതാ ശപഥം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അല്ലയോ അമ്മേ എനിക്ക് ഈ ജ്യേഷ്ഠനോട്, ജ്യേഷ്ഠ ഭ്രാതാവിനോട് അങ്ങേയറ്റം ഇഷ്ടമാണ്, അങ്ങേയറ്റം ബഹുമാനമാണ്, ആദരവാണ്. പരിപൂർണമായിട്ടും ഞാൻ അദ്ദേഹത്തിൽ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലയോ അമ്മേ അമ്മ കേട്ടുകൊള്ളൂ എന്റെ തീരുമാനം. അതിതാണ് ദീപ്തം അഗ്നിം അരണ്യം വാ യതി രാമ പ്രവേക്ഷ്യതി പ്രവിഷ്ടം തത്ര മാം ദേവി ത്വം പൂർവം അവധാരയ. രാമൻ എങ്ങോട്ട് പോയാലും, രാമൻ സിംഹാസനത്തിലേക്ക് പോയാലും അല്ലെങ്കിൽ കാട്ടിലേക്ക് പോയാലും എങ്ങോട്ട് പോകണമെന്ന് രാമന് തീരുമാനിക്കാം. അദ്ദേഹം എങ്ങോട്ട് പോയാലും, അദ്ദേഹം എന്ത് തീരുമാനം കൈക്കൊണ്ടാലും, ഏത് തീരുമാനം കൈക്കൊള്ളണം എന്നത് താൻ പറഞ്ഞു കഴിഞ്ഞു, തന്റെ അഭിപ്രായം വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള ശേഷി രാമനുണ്ട്, അത് നടപ്പിലാക്കിക്കാനുള്ള ശേഷി തനിക്കുമുണ്ട്. രാമൻ എതിർക്കാതിരുന്നാൽ മതി. എതിർക്കാതിരുന്നാൽ രാമനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് താൻ പട്ടാഭിഷേകം നടത്തും. അതാണ് ലക്ഷ്മണൻ പറഞ്ഞത്. താൻ നടത്തും. അത് ആരെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ വരട്ടെ. അപ്പോ ഇങ്ങനെ സകല കഴിവും വശകമായിരിക്കവേ രാമൻ അതിനെ, തന്റെ വാക്കുകളെ സ്വീകരിക്കാതെ കാട്ടിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് പ്രകടമാകുന്നത്. അതാണ് ലക്ഷ്മണൻ പറഞ്ഞത്. രാമൻ പോകുന്നത് എവിടേക്കായാലും, രാമന്റെ തീരുമാനം എന്ത് തന്നെ ആയാലും, എന്ത് വേണമെങ്കിലും അദ്ദേഹം തീരുമാനിച്ചുകൊള്ളട്ടെ. ജ്യേഷ്ഠനായതുകൊണ്ട് തനിക്ക് അദ്ദേഹത്തോട് ആജ്ഞാപിക്കാനാവില്ല. അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തോട് ഇതാ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാനിതാ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്, ധർമ്മമാണ്. ഇനി ജ്യേഷ്ഠൻ തീരുമാനിക്കട്ടെ. ജ്യേഷ്ഠൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും, അദ്ദേഹം ഇനി തീയിലേക്ക് ചാടാൻ തീരുമാനിച്ചാലും, അദ്ദേഹം കാട്ടിലേക്ക് ചാടാൻ തീരുമാനിച്ചാലും, അതാണ് ദീപ്തം അഗ്നിം അരണ്യം വാ യതി രാമ പ്രവേക്ഷ്യതി. അദ്ദേഹം ആളിപ്പടരുന്ന തീയിലേക്ക് ചാടിയാലും കാട്ടിലേക്ക് പോയാലും, അല്ലയോ അമ്മേ എന്റെ അഭിപ്രായം ഇതാണ്, എന്റെ ഉറപ്പിതാണ്, അമ്മയ്ക്ക് തരുന്ന ഉറപ്പിതാണ്. പ്രവിഷ്ടം തത്രമാം ദേവി ത്വം പൂർവം അവധാരയ. നീ അറിഞ്ഞുകൊള്ളൂ, ജ്യേഷ്ഠൻ പോകുന്ന എവിടെയൊക്കെ ആയാലും ജ്യേഷ്ഠൻ അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ്, പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലക്ഷ്മണൻ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കും. അതാണ് പൂർവം, ആദ്യമേ തന്നെ. ഈ ലക്ഷ്മണന്റെ പിന്നാലെ മാത്രമേ രാമന് വരാൻ പറ്റൂ. എങ്ങോട്ട് പോകണമെന്ന് രാമന് തീരുമാനിക്കാം, എന്ത് ചെയ്യണമെന്ന് രാമന് തീരുമാനിക്കാം. അത് ആദ്യം നടപ്പിലാക്കുന്നത് ലക്ഷ്മണനായിരിക്കും. ലക്ഷ്മണന്റെ പിന്നാലെ മാത്രമേ ജ്യേഷ്ഠൻ വരാൻ പറ്റൂ. അല്ലയോ അമ്മേ, ഇത് അമ്മ ഉറപ്പായിട്ട് ധരിച്ചുകൊള്ളൂ.
ഇത് ലക്ഷ്മണന്റെ പ്രതിജ്ഞയാണ്, അമ്മയോട് ചെയ്യുന്ന പ്രതിജ്ഞയാണ്. ഇല്ലിന്റെ പേരിൽ, സത്യധർമാദികളുടെ പേരിൽ, പുണ്യത്തിന്റെ പേരിൽ. ഇത് ലക്ഷ്മണൻ ജീവിതാവസാനം വരെയും പരിപാലിച്ചു. അതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. രാമന്റെ മുന്നാലെ ലക്ഷ്മണനുണ്ട്. ഏതൊരു കാര്യത്തിനും രാമൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കൂടെയുണ്ട് ലക്ഷ്മണൻ. ഇപ്പോഴിതാ ലക്ഷ്മണൻ പറയാണ് താൻ മുന്നിലുണ്ട്. അപ്പോ രാമൻ ഒരു പ്രകാരത്തിലും ആപത്തുണ്ടാവില്ല എന്ന അമ്മയ്ക്ക് കൊടുത്ത ധൈര്യമാണത്. രാമനെ രക്ഷിക്കാൻ ഞാനുണ്ട്. രാമന് സ്വയം രക്ഷിക്കാൻ അറിയാം, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ അറിയാം. എങ്കിലും ഒരു അമ്മയുടെ മനസ്സാണ്. ആ മനസ്സ് വ്യാകുലപ്പെടും. തന്റെ പുത്രനെ ഏതെങ്കിലും പ്രകാരത്തിൽ വിപത്ത് വരുമോ? കാടാണെങ്കിൽ അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള സ്ഥാനമാണ്. അവിടെ വിപത്തുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും എത്രയോ യുദ്ധങ്ങൾ രാമന് ചെയ്യേണ്ടി വരും. അവ എന്തൊക്കെ സംഭവിക്കും എന്നത് ഏതൊരു അമ്മയുടെയും മനസ്സിനെ വേദനിപ്പിക്കും. ആ അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കാണ് ലക്ഷ്മണൻ രാമന്റെ മുന്നിലുണ്ടാകും. എന്തു വേണമെന്ന് രാമൻ തീരുമാനിച്ചു കൊള്ളട്ടെ. ഹരാമി വീര്യാത ദുഃഖന്തേ തമസൂയയോദിത ദേവി പശ്യതു മേ വീര്യം രാഘവശ്ചൈവ പശ്യതു. അല്ലയോ അമ്മേ, എന്റെ വീരത കൊണ്ട് ഞാൻ അമ്മയുടെ ദുഃഖത്തെ പൂർണ്ണമായും ദൂരീകരിക്കും. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും ഈ ലോകത്തിലുള്ളതായ അന്ധകാരം മുഴുവൻ നശിപ്പിക്കപ്പെടും. രാത്രി ഈ ലോകത്തെ മുഴുവൻ അന്ധകാരം തന്റെ പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. പക്ഷെ കിഴക്ക് സൂര്യൻ വരുമ്പോഴേക്കും ആ അന്ധകാരം എങ്ങോട്ട് പോയെന്ന് പോലും അറിയാനാവില്ല. അതിനു മുഴുവൻ സൂര്യൻ തകർത്തെറിഞ്ഞിരിക്കും. അതേ പ്രകാരത്തില് നിന്റെ ദുഃഖത്തെ, അല്ലയോ അമ്മേ, ഞാൻ ദൂരീകരിച്ചിരിക്കും. അമ്മേ, എന്റെ വീരത അമ്മ കണ്ടുകൊള്ളൂ. അതേപോലെ തന്നെ രാഘവനും, എന്റെ ജ്യേഷ്ഠനായ രാമനും എന്റെ വീരത കണ്ടുകൊള്ളട്ടെ. തന്റെ തീരുമാനം ലക്ഷ്മണൻ രാമന്റെ മുന്നിൽ വെച്ച് കൗസല്യയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ രാമനും ആ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കാനനത്തിലേക്ക് പോകരുത് എന്ന് രാമനോട് നിർബന്ധിച്ച കൗസല്യക്ക് വീണ്ടും തന്റെ ആ അഭിപ്രായം ശക്തിയോടുകൂടിയിട്ട് രാമനോട് പറയാനുള്ള അവസരം കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാമൻ പറഞ്ഞു, ഭ്രാതുസ്തേ വദതപുത്ര ലക്ഷ്മണസ്യ ശ്രുതം ത്വയാ യതത്ര അനന്തരം തത്വം കുരുഷ്വ യതിരോചത്തെ. അല്ലേ രാമ, നിന്റെ ഭ്രാതാവ്, നിന്റെ സഹോദരൻ എന്താണ് വേണ്ടത് എന്നെല്ലാം കൃത്യമായി പറഞ്ഞു. കൈകേയിയുടെ തീരുമാനം, കൈകേയിയുടെ ആഗ്രഹം അധർമ്മമാണ്. ദശരഥന്റെ തീരുമാനം അധർമ്മമാണ്. അതിനെ അംഗീകരിക്കരുത്. ഇതാണ് ലക്ഷ്മണൻ പറഞ്ഞത്. അതിന് യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം, ഇത്രയേ ഉള്ളൂ. വേറൊന്നും നോട്ടമില്ല. ഞാൻ രാമനെ അഭിഷേകം കഴിക്കും. ഇതാണ് ലക്ഷ്മണന്റെ അഭിപ്രായം. അല്ലയോ കുഞ്ഞെ, കൗസല്യ രാമനോട് പറയുന്നു, നീ ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടല്ലോ. നീ അത് ഒന്ന് ഭംഗിയായിട്ട് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്. എന്നിട്ട് എന്ത് വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരിക. ആദ്യമേ തന്നെ കാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടണ്ട. ലക്ഷ്മണൻ പറഞ്ഞതിൽ ധർമ്മമുണ്ട്, സത്യമുണ്ട്. ക്ഷത്രിയനായ നിന്റെ ചുമതല അതാണ്. നിനക്ക് അവകാശപ്പെട്ടതാണ് കിരീടം. അതുകൊണ്ട് ഇനി എന്ത് വേണം എന്നുള്ളത് നീ തീരുമാനിച്ചിട്ട് പ്രവർത്തിക്കുക. ലക്ഷ്മണന്റെ അഭിപ്രായം നിനക്ക് സന്തോഷകരമായി അംഗീകർത്തവ്യമായി തോന്നുകയാണെങ്കിൽ നീ അത് തന്നെ പ്രവർത്തിക്കൂ എന്നാണ് കൗസല്യ രാമനോട് പറയുന്നത്. നചാധർമ്മ്യം വജശ്രുത്വ സപത്ന്യാ മമ ഭാഷിതം വിഹായ ശോകസന്തപ്ത ഗന്ധുമർഹസി മാമിത. അല്ലയോ കുഞ്ഞെ, നീ ദുഃഖിതയായ എന്നെ ഇവിടെ ഈ കൊട്ടാരത്തില് ആരോരുമില്ലാതെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ നിർത്തിയിട്ട്
അധർമ്മമായിരിക്കുന്ന കൈകേയിയുടെ വാക്കിനെ ശ്രവിച്ച് കാനനത്തിലേക്ക് പോകരുത്. കൈകേയി പറഞ്ഞ അധർമ്മമാണ്. കൈകേയിക്ക് ഈ സിംഹാസനത്തിൽ യാതൊരു അധികാരവുമില്ല. അങ്ങനെ ഇരിക്കവേ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മയായ എന്നെ, ശോകസന്തപ്ത, ദുഃഖം കൊണ്ട് അങ്ങേയറ്റം തളർന്നു പോയിരിക്കുന്ന എന്നെ ഇങ്ങനെ വിഹായ ഉപേക്ഷിച്ചിട്ട് അല്ലയോ കുഞ്ഞെ നീ കാനനത്തിലേക്ക് പോകരുത്. ധർമ്മജ്ഞ ഇത് ധർമ്മിഷ്ഠ ധർമ്മം ചരിതുമിച്ഛസി ശുശ്രൂഷ മാം ഇഹസ്തത്വം ചരധർമ്മം അനുത്തമം. അല്ലയോ കുഞ്ഞെ, നീ ധർമ്മജ്ഞനാണ്. ധർമ്മം എന്തോ നന്നായിട്ട് അറിയുന്നവനാ. നാളിതുവരെ നീ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള നീ, ധർമ്മിഷ്ഠനായ നീ, ധർമ്മം തുടർന്നും പ്രവർത്തിക്കാൻ, ഏതൊരു സാഹചര്യത്തിലും ധർമ്മം തന്നെ നിലനിർത്താൻ നീ തീരുമാനിച്ചു കഴിഞ്ഞു, മുന്നോട്ട് പോകുന്നു എങ്കിൽ അത് നല്ലത് തന്നെ. ഈ അമ്മ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ധർമ്മം എന്തൊക്കെ ഉണ്ട് ഒരു മകന് എന്നുള്ള കാര്യം നീ ചിന്തിച്ചു നോക്കണം. അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ട് നീ ധർമ്മത്തെ ആചരിക്കണം. എന്താ നീ ചെയ്യേണ്ട ധർമ്മം? നീ മാം ഇഹസ്ത ത്വം, ഇവിടെ വസിക്കുന്നതായ എന്നെ, ഇവിടെ താമസിക്കുന്നവളായ എന്നെ നീ ശുശ്രൂഷ, നീ ശുശ്രൂഷിക്കണം. എന്നെ വിട്ടു പോകരുത്. നീ, നിനക്ക് കിരീടം വേണ്ട, തരില്ല എന്ന് രാജാവ് പറയുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് ഒരു അംഗീകാരം, സമ്മതം കൊടുക്കുകയാണ്. രാമന് കിരീടം വേണ്ട എന്ന് അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി കിരീടം വേണ്ട എന്ന് രാമന് നിർബന്ധിക്കുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, നീ ധർമ്മജ്ഞനാണ്, നിന്റെ ധർമ്മനിഷ്ഠയ്ക്കനുസരിച്ച് നീ പ്രവർത്തിച്ചുകൊള്ളൂ. ഭരതന് കിരീടം കൊടുക്കുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ അമ്മയുടെ വാർദ്ധകത്തില് ശുശ്രൂഷിക്കാതെ കൈകേയിയുടെ അധർമ്മമായിരിക്കുന്ന വാക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഉപേക്ഷിച്ചിട്ട്, അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നീ ഇവിടെ തന്നെ പാർത്തുകൊള്ളൂ. നീ എന്തിനു കാട്ടിലേക്ക് പോകുന്നു? നീ സിംഹാസനത്തിൽ ഇരിക്കണ്ട. നീ ഇവിടെ പാർത്തിട്ട് നീ എന്നെ തന്നെ ശുശ്രൂഷിച്ചുകൊള്ളൂ. അതാണ് ചരധർമ്മം അനുത്തമം, ഏറ്റവും മഹനീയമായ ധർമ്മം. ആ ധർമ്മത്തെ നീ പ്രവർത്തിപ്പിച്ചാലും അമ്മയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് മഹനീയമായ ധർമ്മമാണ്. മാതാവിനാണല്ലോ ഗുരു പരമ്പര നോക്കുമ്പോഴേക്കും ഒന്നാമത്തെ സ്ഥാനം ആദരത്തില് നാം ആദ്യം ആദരം സമർപ്പിക്കേണ്ടത് മാതാവിനാണ്. പിന്നെ പിതാവ്, പിന്നെ ഗുരു, പിന്നെ ദൈവം. ഇതാണ് നമുക്ക് നമ്മുടെ ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരാൾക്ക് സന്യസിക്കണമെങ്കിൽ പോലും അമ്മയുടെ അനുവാദം വേണം. അമ്മയുടെ അനുവാദമില്ലാതെ സന്യസിക്കാൻ പറ്റില്ല. അതാണ്, അതിനുള്ള അധികാരം പോലും അമ്മയിൽ നിന്ന് കിട്ടിയാലേ പറ്റൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ സന്യസിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിട്ടും മാതാവായ ആര്യാമ്പ സമ്മതിച്ചില്ല. 8 വയസ്സ് ആയി വരുന്നേ ഉള്ളൂ ബാലകന്, ശങ്കരാചാര്യസ്വാമികൾക്ക്. അദ്ദേഹം സന്യസിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അവസാനം അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അതാണ് ആ മുതലക്കടവില്, ആ പുഴയില് മുതലക്കടവിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാമത്.